ഹായ് ന്യൂസ് പാലത്തായി കേസിന്റെ രണ്ടാം ഭാഗമാണിത്. പാലത്തായി പോക്സോ കേസിലെ പ്രതി കുറ്റക്കാരനല്ല എന്ന് കൂടുതൽ പേർ വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടെന്നുള്ളതാണ് ഞാൻ ഈ പാർട്ടിൽ പറയുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാല് കുട്ടി മജിസ്ട്രേറ്റിന് മൊഴി കൊടുത്തല്ലോ. ആ മൊഴിയിൽ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിലൊന്നും ഈ പ്രതി സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ടോയ്ലറ്റിനകത്ത് വെച്ച് പ്രതി തന്റെ മുണ്ട് കുട്ടിയുടെ വായിക്കകത്ത് കുത്തിക്കയറ്റി വെച്ചു എന്നാണ്. അയാൾ ടോയ്ലറ്റിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷമാണ് താൻ ആ മുണ്ട് വായിൽ നിന്ന് പുറത്തെടുത്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതി മുണ്ടില്ലാതെയാണ് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് പോയതെന്ന് വേണം അനുമാനിക്കാൻ. ബുദ്ധിയുള്ള ആൾ അങ്ങനെ ചെയ്യുമോ എന്നതാണ് പ്രതിയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, തൊട്ട് മുമ്പ് ചോദ്യം ചെയ്തവർ കുട്ടിയോട് ചോദിച്ച് ഈ സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഒച്ച വെച്ചില്ല എന്ന്. അടുത്ത പ്രാവശ്യം മുതലുള്ള ചോദ്യം ചെയ്യലിൽ അതിന് ഉത്തരം പറയാനായി കണ്ടെത്തിയ ഒരു കള്ളമാണ് വായിൽ തിരിച്ചു കെട്ടിയ മുണ്ടിന്റെ സ്റ്റോറി. മനസ്സിലായോ? അന്വേഷിച്ച എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കുട്ടി ധാരാളം കള്ളം പറയുന്നുവെന്ന്. അവസാനത്തെ അന്വേഷണ സംഘത്തിലെ ശ്രീ രമേശ് സാറും ഇത് തന്നെയാണ് പറയുന്നത്. കുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ടോയ്ലറ്റിൽ വെച്ച് പ്രതി കുട്ടിയുടെ ഫോട്ടോ എടുത്തെന്നും അത് കുട്ടിയുടെ അമ്മയ്ക്ക് വാട്സപ്പ് ചെയ്തുവെന്നാണ്. അത് ഡിലീറ്റ് ആക്കിയെന്നും പറയുന്നു. ക്രൈംബ്രാഞ്ച് പറയുന്നത് അങ്ങനെ ഒരു ഫോട്ടോ സാറിന്റെ ഫോണിൽ ഉണ്ടായിട്ടേ ഇല്ലെന്നാണ്. ആവശ്യമില്ലാതെ പറഞ്ഞുപോയ പല കള്ളങ്ങളും കുട്ടിയുടെ മൊഴിയെയും സത്യസന്ധതയെയും ചോദ്യം ചെയ്യാൻ കാരണമായി. സൈബറിടത്തെ എതിരാളികൾക്ക് ഇതൊക്കെ ആയുധമായിരുന്നു. അതുപോലെ തന്നെ പ്രതിഭാഗത്തിന് കോടതിയിൽ ഒരു കച്ചിത്തുരുമ്പുമായിരുന്നു ഈ കള്ളങ്ങളെല്ലാം. പക്ഷെ ഒന്ന് ഓർക്കുക, ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയയായ ഒരു 4ാം ക്ലാസ്സുകാരി എല്ലാ പീഡനങ്ങളും കഴിഞ്ഞിട്ട് അതിന്റെ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ അതിനുശേഷമുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വെർബൽ ഹറാസ്മെന്റിന് പാത്രമാവുകയും എല്ലാ വശത്തു നിന്നും ചോദ്യശരങ്ങളെ ഒരേ സമയം ഫേസ് ചെയ്യുമ്പോൾ തന്നെ മൊഴികൾക്ക് കൂടുതൽ വിശ്വാസ്യത കിട്ടാനുള്ള ഒരു സൊല്യൂഷനായാണ് ഈ കള്ളങ്ങൾ പറഞ്ഞതെന്ന് വിശ്വസിക്കാനാണ് ഈ പാവം ലില്ലിക്ക് ആഗ്രഹം. ഈ ഒരു പീഡനം കഴിഞ്ഞ് എത്രയോ നാളുകൾക്ക് ശേഷമാണ് ടോയ്ലറ്റിന്റെ ടൈൽസിനടിയിൽ ഹ്യൂമൻ ബ്ലഡിന്റെ സ്റ്റെയിൻ കണ്ടെത്തിയതെന്ന്. പക്ഷേ അത് ആരുടെ ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെ അത് തെളിവായി എങ്ങനെ പരിഗണിക്കുമെന്നാണ് പ്രതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ ചോദിക്കുന്നത്. അവസാനമായി ഏറ്റവും ഒടുവിലത്തെ അന്വേഷണ സംഘത്തിന്റെ തലവനായ ശ്രീ രത്നാകരൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറിന്റെ ക്രെഡിബിലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അന്തരിച്ച ശ്രീ നവീൻ ബാബുവിന്റെ കേസ് PPDVക്ക് അനുകൂലമായി അട്ടിമറിച്ച ആളെന്ന രീതിയിൽ ധാരാളം സംശയിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ശരീരത്തിനും മനസ്സിനും താങ്ങാനാവാത്ത ആഘാതവുമായി പകച്ചു നിൽക്കുന്ന 4ാം ക്ലാസ്സുകാരി. പോലീസ്, ക്രൈംബ്രാഞ്ച്, അഡ്വക്കേറ്റ്സ്, സൈക്യാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, ചൈൽഡ് ലൈൻ ഒക്കെ ചേർന്ന് ചോദ്യശരങ്ങൾ തൊടുത്തു വിട്ടപ്പോൾ തന്റെ മൊഴികൾക്ക് വിശ്വാസ്യത കിട്ടാൻ വേണ്ടി കൊച്ചു ബുദ്ധിയിൽ തോന്നിയ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു. അത് കേസന്വേഷണം ഒരു പരിധിവരെ വഴിതെറ്റാനിടയാക്കി എന്ന് മാത്രമല്ല, പ്രതി ചിലപ്പോൾ നിരപരാധിയായിരിക്കാം എന്നൊരു ചിന്തയും കുറെ പേർക്കുണ്ടാകുവാൻ സഹായിച്ചു എന്നതാണ് എന്റെ ഒരു ചിന്ത.